ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മത്തങ്ങയും കൊണ്ടാണ് ഇന്നൊരു വിഭവം തയ്യാറാക്കുന്നത്. അതും എണ്ണയൊന്നും ഉപയോഗിക്കാതെ ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഇത് 4 മണിക്ക് ചായയുടെ കൂടെയും രാവിലെ കാപ്പിക്കും വൈകിട്ടും ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ളതാണ്, നല്ല ഹെൽത്തിയും കൂടാണ്. കാരണം ഇതിനകത്ത് എണ്ണയൊന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നല്ല ആവിയിൽ വേവിച്ചത് കഴിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരമല്ലേ. അന്നേരം ഇത് നല്ല ഇതാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിത് പച്ചക്കറിയിൽ നിന്ന് കൊണ്ടുവന്നപ്പം അതിലിരുന്ന മത്തങ്ങയാണ്. ഇത് നല്ല വിളഞ്ഞ മത്തങ്ങയാണ്, അതുകൊണ്ട് തന്നെ തോട് നല്ല കട്ടിയുണ്ട്. ഈ വിളയാത്ത മത്തങ്ങയാണെങ്കിൽ തോടിന് കട്ടി കാണത്തുമില്ല. അത് വെളുത്തിരിക്കുന്ന ചില സമയത്തൊക്കെ നമ്മൾ പച്ചക്കറി മേടിക്കുമ്പോൾ അങ്ങനത്തെ ആയിരിക്കും കിട്ടുന്നത്. അത് കൊള്ളില്ല, ഇതുപോലെ നല്ല കട്ടിയുള്ള മത്തങ്ങയായിരിക്കണം. അപ്പോൾ ഇതിനെ ഞാൻ ഇപ്പം കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ ഞാൻ ഇതിനകത്തുള്ള 2-3 ദിവസം ആയതാണ് പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നിട്ട്. അപ്പോഴേ തന്നെ ഇതിനകത്തുള്ള മാതളം ഞാൻ എടുത്ത് കളഞ്ഞിട്ടാണ് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിരുന്നത്. അങ്ങനെ വെച്ചിരുന്നാൽ എത്ര ദിവസം വേണമെങ്കിലും മത്തങ്ങ ഇങ്ങനെ ഇരിക്കും, കേടായി പോകില്ല. ആ മാതളം അതിലിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്നത് അഴുകിപ്പോകും. അപ്പോഴേ ഞാനിതിനെ എല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ്. അന്നേരം വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇത് മുറിച്ചെടുത്തു. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിനെ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുക്കുകയാണ്. ഇത് ഉണക്ക തേങ്ങയാണ്, ചിരട്ടയിൽ നിന്ന് ഇളകി പോയതാണ്. അപ്പോഴിതിനെ നമുക്ക് ചിരകിയെടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇതിനെ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 2 മുറി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയാണിത്. ഇതൊന്ന് ചീകി എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര വേണമെന്ന്. ഇതിന് നല്ല കൂടുതൽ തേങ്ങ വേണം. അപ്പോൾ ഒന്ന് ചിരകിയെടുക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ വേവിക്കാൻ വെച്ച മത്തങ്ങ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളമെല്ലാം നല്ല വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി കിട്ടണം, അല്ലാതെ ഇതിനകത്തുള്ള വെള്ളം ഊറ്റിക്കളയരുത്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അന്നേരം ചൂടോടെ തന്നെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. നല്ലപോലെ ഇപ്പം തന്നെ ഉടച്ചാൽ നല്ല അങ്ങോട്ടേയും, തണുത്ത കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഉടയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ പലഹാരം ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും ഞാൻ എടുത്തു വെച്ചു. ഒരു പാത്രം, അതിൽ ഇത് ഉടച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇതിലിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. കുറച്ചൊക്കെ ഞാൻ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും ഇടയ്ക്ക് ഉടയാനുണ്ടെങ്കിൽ നമ്മൾ ഇത് കൈകൊണ്ട് ഞെവിടുമ്പം അത് നമുക്ക് ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ ഞാൻ അതിൽ ഒരു വലിയ മുറി തേങ്ങ തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1 മുറി തേങ്ങയുടെ ആവശ്യമേ വന്നുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ നല്ല തോനെ തേങ്ങയുണ്ട്. അപ്പോഴേ ഇതിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ഞാൻ 1 മുറി എടുത്തിട്ടില്ല. ഇത്രയും തേങ്ങ മതി. നമ്മൾ എടുക്കുന്ന സാധനങ്ങൾക്കനുസരിച്ച് നമുക്ക് തേങ്ങ നോക്കി എടുത്താൽ മതി. ഇത്തിരി കൂടുതൽ നിൽക്കണം തേങ്ങ, എന്നാലേ ടേസ്റ്റ് കാണുകയുള്ളൂ. ഇനി ഇതിലേക്ക് ശർക്കര അവരവരുടെ മധുരത്തിനനുസരിച്ചാണ് ശർക്കര എടുക്കുന്നത്. ഞാനിവിടെ 1 ഉണ്ട ശർക്കര ഫുൾ എടുത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചേർക്കുമ്പോൾ തന്നെ നല്ല മധുരം കിട്ടും. അതുകൊണ്ട് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ ജീരകമാണ്. അത് നമുക്കിതുപോലെ കൈ കൊണ്ടൊന്ന് ഞെരടിയൊന്ന് ഇടണം. പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പൊടിയില്ലായിരുന്നു. പൊടിയുടെ ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ഞെരടിയൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നിറച്ച്, ഒരു ചെറിയ സ്പൂണാണ്, അതിന് 1 സ്പൂൺ നല്ല നിറച്ച് ഏലക്കപ്പൊടി, പിന്നെ 1 നുള്ള് ഉപ്പ്. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്, മധുരം ഒന്ന് നമുക്ക് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അത് കൂടി പോകരുത്, 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് കൈകൊണ്ട് ഈ തേങ്ങയും മത്തങ്ങയും ശർക്കരയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഞെവിടിയെടുക്കണം. ഈ സമയത്ത് മത്തങ്ങ ഉടയാതെ കാണാൻ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഞെവിടിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഞെവിടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അന്നേരം ഈ പലഹാരത്തിന് ഒരു തരിതരിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയാണ് പുട്ടുപൊടിയും കൂടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ഇനി നല്ലതുപോലെ മാവ് നല്ല മുറുകി വരണമല്ലോ, ആ സമയത്ത് ഇനി മാവ് ചേർത്ത് കൊടുക്കണം. ഇനി ചേർത്ത് കൊടുക്കുന്ന മാവ് പത്തിരിപ്പൊടിയുടെ മാവ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി പുട്ടുപൊടിയുടെ മാവ് ചേർത്ത് കൊടുക്കണ്ട.
ഇതിൽ കുറച്ച് മാവും കൂടെ വേണം, അതുകൊണ്ട് 1/2 കപ്പ് പത്തിരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി മാവിൻ്റെ ആവശ്യം വരില്ല, ഇത്രയും മാവും കൂടെ മതി. അപ്പോൾ രണ്ടാമത് മാവ് ചേർത്ത് കൊടുക്കുമ്പോൾ പത്തിരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിൽ പരത്തി വെച്ചാൽ മതി. അത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എടുത്ത് വയ്ക്കാം. ഞാനിപ്പം വാഴയില ചെറുതായിട്ട് മുറിച്ച് അതൊന്ന് വാട്ടിയെടുത്തതാണ്. വാഴയിലയിൽ പരത്തി വേണമെങ്കിലും വെക്കാം, ഇതുപോലെ ഒന്ന് കുമ്പിൾ കുത്തി വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അതൊക്കെ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വയണയില കിട്ടുവാണെങ്കിൽ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു വയണയിലയുടെ നല്ലൊരു മണവും കൂടെ കിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ വാഴയിലയാണ് എടുത്തത്. ഏതിലയായാലും കുഴപ്പമില്ല. ഞാൻ ഇതുപോലെ കുമ്പിൾ കുത്തി ഇതുപോലെ മടക്കിയാണ് വെക്കുന്നത്. ഇത് ഈർക്കിലൊന്നും കുത്തി കൊടുക്കുകയൊന്നും വേണ്ട, ഇതുപോലെ മടക്കി മടക്കി അങ്ങ് വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അങ്ങനെ തന്നെ ഇരുന്ന് നല്ലതുപോലെ വെന്ത് കിട്ടും. ഇപ്പം ഞാൻ ഇലയിലെല്ലാം മടക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. എല്ലാം ഇതുപോലെ വെച്ച് ഇഡലി പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് അടുപ്പിൽ വെച്ച് ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ല ചൂടാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ മത്തങ്ങ കൊണ്ടുള്ള നമ്മുടെ ആവിയിൽ വേവിച്ച രുചികരമായ വിഭവം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന് കുമ്പളപ്പമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ വാഴയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ഏത് ഇലയിൽ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കിയെടുക്കാം. പുട്ടുപൊടിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല തരിതരിപ്പായിട്ടിരിക്കുവാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. പിന്നെ ഒരുപാട് തേങ്ങയും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റും എല്ലാം അടിപൊളിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമ്മളിതുപോലെ ഇത് തയ്യാറാക്കിയാൽ രാവിലെ കാപ്പിക്കാണെങ്കിലും ഇതെടുത്ത് കഴിക്കാം, രാത്രിയിലേക്കാണെങ്കിലും കഴിക്കാം. എപ്പോൾ വേണമെങ്കിലും ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. എല്ലാവർക്കും ബൈ ബൈ.